ജിന്റെ ചവിട്ടി താഴ്ക്കാൻ ശ്രമിച്ചവരോടെന്നാണ് പറയാനുള്ളത്. ബിഗ് ബോസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ ആദ്യം. അവർ ചവിട്ടി താഴ്ത്തുന്ന ഞാൻ മോളിക്കരി പോയിട്ട് പോകും. കാരണം അതായത് ഞാൻ ഏറ്റവും മനസ്സിലിട്ടുന്ന സാധനം. കാരണം എന്റെ ചവിട്ടി താഴ്ത്തി എന്റെ നാട്ടിൽ സമ്മതിക്കും. അതാണ് കാരണം നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്. കൊടുത്ത ഉറപ്പാണ് ഞാൻ അവിടെ പുറത്തു പോകും. അതിന് 100% ഉറപ്പാണ്. അത് ഞാൻ എടുത്തുവെച്ചേക്കണം. അതെന്താണ് എടുത്തുവെച്ചത്? അതറിയോ, നമ്മൾ എപ്പോഴും വയ്ക്കുമ്പോ മഴ പിന്നെ സെന്റിമെന്റ്സ് കൂടുതലാണ്. ഇവിടുന്ന് പോയതിന് ഭയങ്കര സെന്റിമെന്റ്സാണ്. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അങ്ങനെ ഔട്ടാവാന്ന് പറയുമ്പോൾ മറ്റുള്ള സങ്കടം ഒറ്റയ്ക്ക് അതെന്താ പറയുക, ഒറ്റയ്ക്ക് ശരിക്കും നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കാം. കുടുംബക്കാരുണ്ടാവില്ലേ, കുടുംബത്തിൽ ഒരു 10 പേര് ജീവിക്കുക. 10 പേര് ഒരാളെ മൊത്തത്തില് ആ 9 പേരും നിങ്ങളെ ഡൗൺ ആക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അവസ്ഥ ഭയങ്കര മോശമായിരിക്കില്ലേ? ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിലും ആ വീട്ടിൽ നിന്ന് പോകാൻ പറ്റൂലാലും ആ അവസ്ഥയിൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കേണ്ട അവസ്ഥ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്താലും ആ 9 പേര് നമ്മൾ കുറ്റം പറയും അല്ലേ? നമ്മൾ അവരെ കുറ്റം പറഞ്ഞാൽ എന്തായിരിക്കും? അത് നെഗറ്റീവ് പോകും. അപ്പൊ അതൊക്കെ കേട്ട് സൈഡിൽ നിൽക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അത് എനിക്ക് പാലപാടം പഠിച്ചറിയോ, നമ്മുടെ ഈ മാണിക്കൂർ സ്കൂളില്ലേ, അതൊക്കെ നമുക്ക് പാലപാടേ ചങ്കുകളെ. അത് നമ്മുടെ മാണിക്കൂരത്തെ പഠിച്ച പിള്ളേരൊക്കെ നമ്മുടെ എല്ലാം ചങ്കുകളാണ്. കാരണം അവര് നമ്മള് ചെറുപ്പതേ പോലെ കരാട്ട കുളിപ്പൂ ഇതൊക്കെ ബ്ലാക്ക് ബെൽറ്റ് കളിച്ചിട്ടാണ്. പക്ഷെ ഇവിടെ ആരെങ്കിലും ഞാൻ തരിയുണ്ടോ? അവിടെ നിർത്തുമല്ലേ? അതായത് ഇപ്പൊ 1-2 വഴികളൊക്കെ ഉണ്ടല്ലേ, അവിടെ എത്തിയിട്ട് നിർത്തുമോ? ടിക്കറ്റ് അയച്ചതല്ലോ അത് അന്ന് ക്യാൻസൽ ചെയ്യും. അപ്പൊ അവിടെ എന്നോട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് പറയും. പിന്നെ വഴി മനസ്സിലാകും. കേക്ക് ഇവിടെ കേക്ക് ഞങ്ങളുടെ എല്ലാവരും ഇവരാണ് വിളിക്കുന്നത്, നമ്മുടെ മക്കൾ.